സംസ്ഥാനത്തെ പ്രാദേശിക വികസന അസമത്വങ്ങൾ പരിഹരിക്കുവാനും വിഭവങ്ങൾ കൃത്യമായി വികേന്ദ്രീകരിക്കുവാനും ലക്ഷ്യമിട്ട് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയോഗിക്കുന്നു. 2026-27 സംസ്ഥാന ബജറ്റിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. ജനങ്ങളുടെ യാത്രാക്ലേശം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ഭരണപരമായ സൗകര്യം എന്നിവ കണക്കിലെടുത്തായിരിക്കും അന്തിമ തീരുമാനം. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സമിതി പുതിയ ജില്ലകളുടെ രൂപീകരണം, അതിനായി വരുന്ന ഭീമമായ ചിലവുകൾ എന്നിവ വിശദമായി പഠിക്കും. നിലവിൽ 14 ജില്ലകളുള്ള കേരളത്തിൽ ദീർഘകാലമായി ഉയരുന്ന 3 പ്രധാന ജില്ലാ വിഭജന ആവശ്യങ്ങൾ വീണ്ടും ശക്തമായിരിക്കുകയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലുള്ളവർക്ക് നിലവിലെ ജില്ലാ ആസ്ഥാനമായ കൊച്ചിയിലെത്താനുള്ള യാത്രാക്ലേശം പരിഹരിക്കാനാണ് മൂവാറ്റുപുഴ ആസ്ഥാനമായി പുതിയ ജില്ല വേണമെന്ന ആവശ്യമുയരുന്നത്. മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, പെരുമ്പാവൂരിന്റെ ചില ഭാഗങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് ദീർഘകാലത്തെ ആവശ്യം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരവോടെ അതിവേഗം വളരുന്ന തിരുവനന്തപുരത്തെ തെക്കൻ മേഖലകളെ ഉൾപ്പെടുത്തി നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർത്ത് പുതിയ ജില്ല വേണമെന്നാണ് ആവശ്യം. പുതിയ ജില്ലകൾ യാഥാർത്ഥ്യമാകുന്നതോടെ സിവിൽ സ്റ്റേഷനുകൾ, കളക്ടറേറ്റുകൾ, ജില്ലാ പോലീസ് ഓഫീസുകൾ, കോടതികൾ എന്നിവയ്ക്കായി വൻതോതിൽ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപവും പുതിയ തസ്തികകളും സൃഷ്ടിക്കേണ്ടി വരും. ഇത് സംസ്ഥാന ഖജനാവിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതിനാൽ കമ്മീഷന്റെ റിപ്പോർട്ടും തുടർന്നു വരാനിരിക്കുന്ന സെൻസസ് വിവരങ്ങളും ശേഖരിച്ച ശേഷമേ സർക്കാർ അന്തിമ തീരുമാനമെടുക്കൂ. 1984 കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിനു ശേഷം കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കേരളത്തിന്റെ ജില്ലാ ഭൂപടത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.